ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള മുന്നൊരുക്കമായി പാകിസ്ഥാനിൽ ഒരു ത്രിരാഷ്ട്ര ഏകദിന പരമ്പര അരങ്ങേറുന്നു. പാകിസ്ഥാനോടൊപ്പം ദക്ഷിണാഫ്രിക്കയും ന്യൂസിലാൻഡും പരമ്പരയിൽ പങ്കെടുക്കും. ത്രിരാഷ്ട്ര പരമ്പര എന്ന് കേൾക്കുമ്പോൾ ഓരോ ക്രിക്കറ്റ് പ്രേമിക്കും മനസ്സിലൂടെ ഒരുപാട് ഓർമ്മകൾ മിന്നിമറഞ്ഞിരിക്കും. കാരണം ഒരു കാലത്ത് ത്രിരാഷ്ട്ര പരമ്പരകൾ അത്രയും മനോഹര നിമിഷങ്ങളാണ് ക്രിക്കറ്റ് പ്രേമികൾക്ക് നൽകിയിരുന്നത്. ഒരു ത്രിരാഷ്ട്ര പരമ്പരയുടെ കലാശക്കൊട്ടായിട്ടാണ് സൗരവ് ഗാംഗുലി ലോർഡ്സിൽ ജേഴ്സി ഒരു വീശിയത്. മൈറ്റി ഓസീസിനെ തോൽപ്പിച്ച് ധോണിയും സംഘവും CB സീരീസ് ഉയർത്തിയതും അതുപോലൊരു ത്രിരാഷ്ട്ര പരമ്പരയിലാണ്. 2012 CB സീരീസിലെ നിർണായക മത്സരത്തിലാണ് കോഹ്ലിയുടെ ഹോബാർട്ട് ക്ലാസിക് പിറന്നത്. മൈക്കൽ ബെവൻ്റെ പല ക്ലാസിക് ഫിനിഷുകളും പിറന്നത് ത്രിരാഷ്ട്ര പരമ്പരകളിൽ തന്നെയായിരുന്നു. ഇങ്ങനെ ഒളിമങ്ങാത്ത ഒട്ടേറെ ഓർമ്മകൾ ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെയും മനസ്സിലുണ്ട്. വെള്ളക്കുപ്പായത്തിനും ചുവപ്പ് പന്തിനും ഇടയിൽ മറ്റൊരു ലോകമില്ലാത്ത ക്രിക്കറ്റിനെ കളറാക്കിയത് ഓസ്ട്രേലിയക്കാരനായ കെറി പാക്കറാണ്. കളർ ജേഴ്സികളും ഡേ-നൈറ്റ് മത്സരങ്ങളുമെല്ലാം കൊണ്ടുവന്ന പാക്കറുടെ ബുദ്ധിയിൽ തന്നെയാണ് രണ്ട് രാജ്യങ്ങൾ അല്ലാത്തൊരു പരമ്പരയെന്ന ആശയവും ഉദിക്കുന്നത്. വേൾഡ് സീരീസ് ക്രിക്കറ്റ് എന്ന പേരിൽ 4 ടീമുകളുമായി നടത്തിയ ടൂർണമെൻറ്റാണ് ത്രിരാഷ്ട്ര പരമ്പരകൾക്ക് തിരികൊളുത്തുന്നത്. 1980കളിൽ ബെൻസൺ ഹെഡ്ജർ സീരീസായും പിന്നീട് VB സീരീസായും CB സീരീസുമായൊക്കെ അതൊരുപാട് മാറി. വർഷത്തിൽ 1 എന്ന രീതിയിൽ ഒരുക്കിയ ത്രിരാഷ്ട്ര പരമ്പരകൾ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് സമ്മറിൽ വലിയ ഓളമുണ്ടാക്കിയിരുന്നു. 1979 മുതൽ ആരംഭിച്ച ത്രിരാഷ്ട്ര പരമ്പരകൾ 2007-2008 വരെ മുടക്കമില്ലാതെ നടന്നു. ഇംഗ്ലണ്ട്, ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, ന്യൂസിലാൻഡ്, സിംബാബ്വെ, വിൻഡീസ്, ലങ്ക എന്നീ രാജ്യങ്ങളെല്ലാം ഓസ്ട്രേലിയൻ സമ്മറിലെ ത്രിരാഷ്ട്ര പരമ്പരകളിൽ അതിഥികളായെത്തി. എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരങ്ങളും ബിഗ് ബാഷ് ലീഗുമെല്ലാം തകർക്കുന്ന ഓസ്ട്രേലിയൻ സമ്മറിൽ ഇനിയൊരു ത്രിരാഷ്ട്ര പരമ്പരയ്ക്ക് ഇടം കണ്ടെത്തുക സാധ്യമാണ്. 2015 ഏകദിന ലോകകപ്പിന് മുന്നോടിയായി ഇന്ത്യ, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ എന്നിവർ അണിനിരന്ന ടൂർണമെൻറ്റിന് ശേഷം ഓസ്ട്രേലിയയിൽ മറ്റൊരു ത്രിരാഷ്ട്ര പരമ്പര അരങ്ങേറിയിട്ടില്ല. 2010 ശേഷം ഇന്ത്യ വളരെ അപൂർവമായി മാത്രമേ ത്രിരാഷ്ട്ര പരമ്പരകളിൽ കളത്തിറങ്ങിയിട്ടുള്ളൂ. 2012 CB സീരീസും 2013 സെൽക്കോൺ കപ്പുമാണ് ഇതിൽ പ്രധാനം. CB സീരീസിൽ ഇന്ത്യക്കും ഓസ്ട്രേലിയക്കും പുറമെ ലങ്കയായിരുന്നു 3ാം ടീം. 2012 CB സീരീസിൽ ഹോബാർട്ടിൽ ലങ്ക ഉയർത്തിയ 320 റൺസ് 36 ഓവറിൽ ഇന്ത്യ പിന്തുടർന്ന് ഞെട്ടിച്ചെങ്കിലും ഫൈനലിൽ എത്തിയില്ല. വിൻഡീസ് മൈതാനങ്ങളിൽ നടന്ന സെൽക്കോൺ കപ്പിലും ഇന്ത്യക്ക് പുറമെ പങ്കെടുത്തത് ലങ്കയായിരുന്നു. അല്ലെങ്കിലും ഇന്ത്യ പങ്കെടുക്കുന്ന ത്രിരാഷ്ട്ര പരമ്പരകളിൽ മിക്ക സമയങ്ങളിലും ലങ്കയും ഉണ്ടാകാറുണ്ട്. സെൽക്കോൺ കപ്പിലെ ഫൈനൽ പോരാട്ടവും ക്രിക്കറ്റ് പ്രേമികൾ മറക്കാനിടയില്ല. 11ാമനായ ഇശാന്ത് ശർമ്മയെയും കൂട്ടുപിടിച്ച് ധോണി കട്ട ഹീറോയിസം നടത്തിയത് അന്നായിരുന്നു. അവസാനത്തെ 5 പന്തുകളിൽ 15 റൺസ് വേണമെന്നിരിക്കെ ട്രിനിഡാഡിലെ ക്യൂൻസ് ഓവലിന് മേൽ പറന്നിറങ്ങിയ പടുകൂറ്റൻ സിക്സറുകൾ കണ്ടവരാരും മറക്കാനിടയില്ല. ഏകദിന മത്സരങ്ങൾ എല്ലാ രാജ്യക്കാരും വെട്ടിക്കുറക്കുന്ന കാലത്ത് കാണുന്നവർക്ക് കുറച്ചുകൂടി ഉദ്യോഗം നൽകുന്ന ഒരു ത്രിരാഷ്ട്ര പരമ്പര ആരംഭിച്ചുകൂടെ എന്ന് ഓരോ ക്രിക്കറ്റ് പ്രേമിയും ചിന്തിക്കാറുണ്ട്. ഓരോ പരസ്യ കമ്പനിയുടെയും പേരിലുള്ള ഏകദിന പരമ്പരകൾ യഥേഷ്ടം നടത്തുന്നതിന് പകരം ഒരു ത്രിരാഷ്ട്ര പരമ്പര വെച്ചാൽ അത് കൂടുതൽ ശ്രദ്ധയാകർഷിക്കില്ലേ എന്ന ചോദ്യം ന്യായമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അതില്ലാത്തത്? ഇതിൻ്റെ ഏറ്റവും പ്രധാന കാരണം പണത്തിൻ്റെ വരവ് തന്നെയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ ഇന്ത്യയിൽ വെച്ചൊരു ത്രിരാഷ്ട്ര പരമ്പര നടത്തിയാൽ തീർച്ചയായും ആ പരമ്പരയിലെ നല്ലൊരു ശതമാനം മത്സരങ്ങളിലും ഇന്ത്യ ഉണ്ടാകില്ല. ആ മത്സരങ്ങൾക്ക് ഗാലറി നിറയുകയോ TV ബ്രോഡ്കാസ്റ്റിൽ ആൾ കൂടുകയോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ പണത്തിൻ്റെ കള്ളിക്കുള്ളിലല്ലാതെ മറ്റൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത BCCI അതിനു മുതിരുമെന്ന് കരുതാൻ വയ്യ. ഒരുപാട് മത്സരങ്ങളുള്ള ഒരു ത്രിരാഷ്ട്ര പരമ്പര നടത്തിയാൽ കിട്ടുന്ന അതേ ലാഭം തന്നെ ഒരു ഏകദിന പരമ്പര കൊണ്ടും സൃഷ്ടിക്കാമെന്ന് BCCI അടക്കമുള്ളവർ കരുതുന്നു. മറ്റൊരു പ്രധാന പ്രശ്നം സമയദൈർഘ്യമാണ്. പലപ്പോഴും ഒരു ത്രിരാഷ്ട്ര പരമ്പര ഒരു മാസത്തിലേറെ വരെ നീളാറുണ്ട്. ഓൾറെഡി 2020 ലീഗുകൾക്കും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനും ഇടയിൽ ഞെങ്ങിഞ്ഞെരുങ്ങിയുള്ള ഷെഡ്യൂളിൽ ത്രിരാഷ്ട്ര പരമ്പരയ്ക്ക് കൂടി ഇടം കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. മറ്റു രാജ്യങ്ങളിലും കഥ സമാനം തന്നെ. 2019 വിൻഡീസ്, ബംഗ്ലാദേശ്, അയർലൻഡ് എന്നിവർ ചേർന്ന് നടത്തിയ ത്രിരാഷ്ട്ര പരമ്പരയ്ക്ക് ശേഷം മുഖ്യധാര ക്രിക്കറ്റ് രാജ്യങ്ങൾ അണിനിരന്ന മറ്റൊരു പരമ്പരയും നടന്നിട്ടില്ല. ഇടയ്ക്ക് 2020 ഫോർമാറ്റിൽ ത്രിരാഷ്ട്ര പരമ്പരകൾ ആരംഭിച്ചിരുന്നു. 2018 ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നീ ടീമുകൾ പങ്കെടുത്ത നിദാഹാസ് ട്രോഫി ഇതിന് ഒരു ഉദാഹരണമാണ്. ഒരിക്കൽ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിരുന്നു. കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരുപാട് ത്രിരാഷ്ട്ര പരമ്പരകൾ കാണാറുണ്ടായിരുന്നുവെന്ന് പറഞ്ഞ രോഹിത് അത് മൊത്തമായി നിർത്തിയതിലുള്ള പരിഭവവും തുറന്നു പറഞ്ഞു. ഏകദിന ലോകകപ്പിനുള്ള സൂപ്പർ ലീഗും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും എണ്ണമറ്റ 2020 പരമ്പരകളും ഫ്രാഞ്ചൈസി ലീഗുകളും നടക്കുന്ന കാലത്ത് വീണ്ടും ഒരു ത്രിരാഷ്ട്ര പരമ്പര ഒരു സ്വപ്നം മാത്രമാണ്. എങ്കിലും പാകിസ്ഥാനിൽ നടക്കുന്ന ത്രിരാഷ്ട്ര പരമ്പര ഒരു പുതിയ തുടക്കമാകട്ടെ എന്ന് കരുതാം.